നമസ്കാരം, തേടേ ന്യൂസിലേക്ക് സ്വാഗതം. തിയേറ്ററുകളിൽ ആളെ നിറയ്ക്കുന്ന എമ്പുരാൻ കഴിഞ്ഞാൽ ഇനി എന്തെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എന്നാൽ ഇതിനുള്ള ഉത്തരവുമായി എത്തുന്നു വിഷു റിലീസുകൾ. മാർച്ച് 27-ന് റിലീസ് ചെയ്ത എമ്പുരാൻ ഇപ്പോഴും കേരള ബോക്സ് ഓഫീസിൽ വലിയ ചലനമാണ് ഉണ്ടാക്കുന്നത്. ബോക്സ് ഓഫീസിലെ ആദ്യ മോഹൻലാൽ മാജിക് വിഷു ഈസ്റ്റർ സീസണിലും തുടരുമെന്നാണ് നിഗമനം. എമ്പുരാൻ അങ്ങനെ തുടരാൻ തന്നെയാണ് സാധ്യത. റിലീസ് ചെയ്ത ദിവസം മുതൽ തന്റെ 7 തിയേറ്ററുകളിലും പടം ഹൗസ്ഫുള്ളാണെന്നാണ് പ്രമുഖ നിർമ്മാതാവും തിയേറ്റർ ഉടമയുമായ ലിബർട്ടി ബഷീർ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നത്. മലയാളത്തിന്റെ ഏറ്റവും വാണിജ്യമൂല്യമുള്ള താരങ്ങൾ മലയാളത്തിന്റെ ബിഗ് മിസ്റ്റർ മോഹൻലാൽ മമ്മൂട്ടി എന്നത് തന്നെയായിരിക്കും എല്ലാവരുടെയും മറുപടി. എമ്പുരാന്റെ 200 കോടിയും കടന്നുള്ള ജൈത്രയാത്രയിലൂടെ മോഹൻലാൽ അത് തെളിയിച്ചു. എന്നാൽ ഇനി മമ്മൂട്ടിയുടെ ഊഴമാണ്. ഈ വിഷു സീസണിലെ പ്രധാന റിലീസുകൾ ഒന്ന് മമ്മൂട്ടിയുടെ മെഗാസഖയാണ്. മമ്മൂട്ടിയുടെ സ്റ്റൈലിഷ് ലുക്കുകൾ കൊണ്ട് ഇതിനോടകം ചർച്ചയിലുള്ള ഗെയിം ത്രില്ലർ ചിത്രമാണ് ബസൂക്ക. സിനിമയുടെ എല്ലാ പോസ്റ്ററുകളും ടീസറും ട്രെയിലറും പ്രോഗ്രാംസിം ഐറ്റംസ് തന്നെയായിരുന്നു. ഈ അപ്ഡേറ്റുകളിലൂടെ മമ്മൂക്കയുടെ ഒരു സ്റ്റൈലിഷ് ആക്ഷൻ ബെസ്റ്റ് റോൾ ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട്. മലയാളത്തിലെ എക്കാലത്തെയും മികച്ച തിരക്കഥാ രചയിതാക്കളിലൊരാളായ കലൂർ ഡെന്നിസിന്റെ മകനായ ഡിനോ ഡെന്നിസ് ആണ് ഈ ചിത്രത്തിന്റെ സംവിധായകൻ. മമ്മൂട്ടിക്കൊപ്പം പ്രശസ്ത തമിഴ് സംവിധായകനും നടനുമായ ഗൗതം വാസുദേവ് മേനോനും നിർണായക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. ബെഞ്ചമിൻ ജോഷുവ എന്ന കഥാപാത്രമായാണ് ഗൗതം മേനോൻ ഈ ചിത്രത്തിൽ വേഷമിട്ടിരിക്കുന്നത്. ഏപ്രിൽ 10-ന് പുറത്തിറങ്ങുന്ന ചിത്രത്തിൽ ബാബു ആന്റണി, ഷൈം ടോം ചാക്കോ, ഹക്കിം ഷാജഹാൻ, ഭാമ അരുൺ, സുമിത് നേവൽ, ദിവ്യ പിള്ള എന്നിവരടങ്ങുന്ന വൻതിര താരനിരയും സിനിമയുടെ ഭാഗമാകുന്നുണ്ട്. സരിഗമയും തിയേറ്റർ ഓഫ് ഡ്രീംസും ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രം കൂടിയാണ് ബസൂക്ക. ഈ വിഷു സീസണിലെ ബസൂക്കയിലൂടെ മലയാളികൾക്ക് ഒരു വലിയ കൈനീട്ടം തന്നെ സ്റ്റൈലിഷ് മമ്മൂക്കയും ടീമും തരുമെന്ന് പ്രതീക്ഷിക്കാം.